പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റൂഹ് അഫ്സ ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ റൂഹ് അഫ്സ എടുത്തിട്ടുണ്ട്. ഇന്ത്യയാണ് റൂഹ് അഫ്സയുടെ ജന്മനാടെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ റൂഹ് അഫ്സ കിട്ടുന്നത് വളരെ കുറവാണ്. എല്ലാ GCC കൺട്രീസിലും ഇത് അവൈലബിൾ ആണ്. നാട്ടിൽ നട്ട്സും ഡേറ്റ്സും ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. ഈ ഒരു റൂഹ് അഫ്സ വെച്ചിട്ടാണ് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. റൂഹ് അഫ്സ തയ്യാറാക്കി എടുക്കുന്ന പാത്രത്തിലേക്ക് ഞാനിപ്പോൾ കുറച്ച് റൂഹ് അഫ്സയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റൂഹ് അഫ്സ സിറപ്പിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര അല്പം കുറച്ച് ചേർത്താൽ മതിയാവും. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും റൂഹ് അഫ്സയും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ബാക്കിയുള്ള പാലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ ടൈപ്പിലുള്ള ഒരു കസ്കസ് ആണ്, അതാണ് ഇത്ര വലുതായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൂഹ് അഫ്സ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത്. റൂഹ് അഫ്സയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് റോസപ്പൂവിന്റെ ഇതളുകളാണ്. അതുപോലെ ഒട്ടനവധി ഔഷധങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ റൂഹ് അഫ്സ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിനെയൊക്കെ നല്ലതുപോലെ തണുപ്പിക്കാനൊക്കെ ഈ റൂഹ് അഫ്സ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.